Hi everyone, welcome back to my classroom. Today we are going to discuss about comparative financial statement and its problem solution. ആദ്യം നമുക്ക് കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റാണ് വരിക. ഒന്ന് കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ഒരെണ്ണം കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റുമാണ്. കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ, ഫ്രം ദി ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് പ്രിപ്പയർ കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് മഹേഷ് കമ്പനി ലിമിറ്റഡ്. മഹേഷ് കമ്പനി ലിമിറ്റഡിൻ്റെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റാണ് തന്നിട്ടുള്ളത്. പെർട്ടിക്കുലേഴ്സ് കോളം പ്രീവിയസ് ഇയർ, കറൻറ്റ് ഇയർ 2018-19 പ്രീവിയസ് ഇയർ ആയിട്ട് എടുക്കുക, കറൻറ്റ് ഇയർ 19-20. റവന്യൂ ഫ്രം ഓപ്പറേഷൻ, അതർ ഇൻകം, എക്സ്പെൻസസ്, അങ്ങനെ 3 ഐറ്റം മാത്രമേ ഈ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് പ്രിപ്പയർ ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഇൻകം ഫ്രം ഓപ്പറേഷൻ 1 lakh 1,25,000, അതർ ഇൻകം 25,000 20,000, എക്സ്പെൻസസ് 75,000 ആൻഡ് 60,000. ഇതെങ്ങനെയാണ് ഇനി കമ്പാരറ്റീവ് ഫോമിൽ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, 2 വർഷത്തെ ഇൻഫർമേഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ 2 വർഷത്തെ ഈ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഹെഡിങ് കൊടുക്കുക. എന്താണ് ഹെഡിങ്? കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് മഹേഷ് കമ്പനി ലിമിറ്റഡ് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2019 ആൻഡ് 31st March 2020. ഓക്കെ, ഇനി നമുക്ക് വരയ്ക്കുമ്പോൾ ആദ്യം തന്നെ പെർട്ടിക്കുലേഴ്സ് കോളം കുറച്ച് വലിയ കോളം എഴുതുക. അതായത് പെർട്ടിക്കുലേഴ്സ് കോളം വരയ്ക്കുമ്പോൾ വലുത് വരയ്ക്കണം എന്ന് പറയാൻ കാരണം നമുക്ക് ഐറ്റംസ് എഴുതാനുള്ള കോളമാണ്. പെർട്ടിക്കുലേഴ്സ് കോളം അത്യാവശ്യം വലുപ്പത്തിൽ വരയ്ക്കാം. പിന്നെ 4 കോളം എമൗണ്ട് കോളം എമൗണ്ട് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് 4 കോളം വേണം. പ്രീവിയസ് ഇയർ എമൗണ്ട്, കറൻറ്റ് ഇയർ എമൗണ്ട്, ദെൻ ഡിഫറൻസസ് എമൗണ്ട്, ദെൻ ഡിഫറൻസ് പെർസെൻറ്റേജ് എമൗണ്ട്. പെർസെൻറ്റേജ് എമൗണ്ട് അല്ല, ലാസ്റ്റ് കോളം പെർസെൻറ്റേജ് മാത്രം കാണിക്കാനാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ 3 കോളം എമൗണ്ട് ആണെങ്കിൽ ലാസ്റ്റ് കോളം പെർസെൻറ്റേജ് ആയിരിക്കും. ഇനി ഫസ്റ്റ് കോളത്തിൽ നമ്മൾ പെർട്ടിക്കുലേഴ്സിൽ നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുള്ള ഐറ്റംസാണ് എഴുതേണ്ടത്. ദെൻ പ്രീവിയസ് ഇയറിലെ എമൗണ്ടുകൾ എഴുതുക, ദെൻ കറൻറ്റ് ഇയറിലെ എമൗണ്ട് എഴുതുക. ആ 2 കോളം തമ്മിലെ ഡിഫറൻസാണ് ഡിഫറൻസ് കോളത്തിൽ എഴുതേണ്ടത്. അതായത് 3rd കോളത്തിൽ എമൗണ്ട് ഓഫ് ഡിഫറൻസ് ആണ്, ചേഞ്ചസ് ആണ്, പ്ലസ് ഓർ മൈനസ് ആയിരിക്കും. ഓക്കെ, അതായത് പ്രീവിയസ് ഇയർ ആയിട്ടല്ലേ നമ്മൾ കമ്പയർ ചെയ്യുക. 2019-20 ആണ് ഇപ്പോൾ നമ്മൾ കറൻറ്റ് ഇയർ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ബേസ് ഇയർ അല്ലെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യേണ്ടത് കഴിഞ്ഞ വർഷം പ്രീവിയസ് ഇയർ ആണ്, 2018-19 ആയിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക. ആദ്യത്തെ ഐറ്റം റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണല്ലോ. പിന്നെ അതർ ഇൻകം, എക്സ്പെൻസ്, 3 ഐറ്റേ തന്നിട്ടുള്ളൂ. അപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നിന്ന് ഇൻകർ ചെയ്തിട്ടുള്ള ഇൻകം, റവന്യൂ, ഏണിംഗ്, വരുമാനമാണ് ആദ്യം എഴുതേണ്ടത്. അപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ചില ക്വസ്റ്റ്യനിൽ അത് സെയിൽസ് പറഞ്ഞിട്ടാണ് തരാറ്. അപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 2018-19 1 lakh ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അത് അതുപോലെ എഴുതി. നെക്സ്റ്റ് ഇയറിൽ 19-20 1,25,000 എഴുതി. കറൻറ്റ് ഇയർ പ്രീവിയസ് ഇയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 25,000 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്, കൂടിയിട്ടുണ്ട് അല്ലേ. 1 lakh ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 1,25,000 ഉണ്ട്. അതായത് 25,000 കൂടിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് കോളത്തിൽ എഴുതുമ്പോൾ, ചേഞ്ചസിൽ എഴുതുമ്പോൾ എമൗണ്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് ആണല്ലോ, അത് ചേഞ്ചാണ്. ഡിഫറൻസ് എഴുതാനുള്ള എമൗണ്ട് കോളാണ്. ഡിഫറൻസ് എത്ര വരിക? 25,000 ആണ് വരുന്നത്. ഈ 25,000 കൂടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് പ്രത്യേകിച്ച് അവിടെ സൈനൊന്നും ഇടേണ്ട ആവശ്യമില്ല. മൈനസ് ആണെങ്കിൽ അവിടെ ഒന്നില്ലെങ്കിൽ ബ്രാക്കറ്റിൽ ഇടുക, അതല്ലെങ്കിൽ മൈനസ് സൈൻ ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇനി 25,000 ഡിഫറൻസ് നമുക്ക് കിട്ടി. പ്രീവിയസ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 25,000 രൂപ കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് കോളത്തിൽ അതിൻ്റെ പെർസെൻറ്റേജ് കാണിക്കണം. പെർസെൻറ്റേജ് കാണിക്കാൻ ഞാൻ പറയുമ്പോൾ തന്നെ ഒരു ബോക്സിൽ ഇട്ട് വയ്ക്കുക. എങ്ങനെയാണ് പെർസെൻറ്റേജ് കാണേണ്ടത് എന്നുള്ളത് ഒരു ബോക്സിൽ ഇട്ട് വയ്ക്കുക. അതായത് പെർസെൻറ്റേജ് കാൽക്കുലേഷൻ ഇങ്ങനെയാണ്. അബ്സല്യൂട്ട് എമൗണ്ട് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ്. ഇപ്പോൾ ഈ 3rd കോളം ഉണ്ടല്ലോ, 3rd കോളം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് കോളം. ഓക്കെ, 3rd കോളം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് കോളം ഇൻറ്റു 100 എഴുതിയോ? 3rd കോളം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് കോളം ഇൻറ്റു 100. എമൗണ്ട് കോളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, പെർട്ടിക്കുലേഴ്സ് കോളല്ല. അതായത് ഇനി താഴെ ഇക്വേഷൻ എഴുതാം.
എമൗണ്ട് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഡിവൈഡഡ് ബൈ ബേസ് ഇയർ എമൗണ്ട് ഇൻറ്റു 100. എന്തെഴുതിയേ? എമൗണ്ട് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഡിവൈഡഡ് ബൈ ബേസ് ഇയർ എമൗണ്ട് ഇൻറ്റു 100. എഴുതിയല്ലോ, അതൊരു ബോക്സിലിട്ട് വെച്ചോളൂ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ 25,000 രൂപയാണ് നമുക്ക് ഡിഫറൻസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ പെർസെൻറ്റേജ് കാണുക? ഡിഫറൻസ് എമൗണ്ട് ഡിവൈഡഡ് ബൈ 25,000 ഡിവൈഡഡ് ബൈ 1 lakh ആണ് ബേസ് ഇയർ അല്ലേ? പ്രീവിയസ് ഇയർ ആയിട്ടല്ലേ നമ്മൾ ഏത് ഇയർ ആയിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്? അതാണ് ബേസ് ഇയർ. അപ്പോൾ പ്രീവിയസ് ഇയർ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ബേസ് ഇയർ ഇവിടെ ഏതാണ്? 2018-19 അല്ലേ? അപ്പോൾ 25,000 ഡിവൈഡഡ് ബൈ 1 lakh ഇൻറ്റു 100. അങ്ങനെയാണ് പെർസെൻറ്റേജ് കാണുന്നത്. അപ്പോൾ എത്ര വരിക? കാൽക്കുലേറ്റർ ഒപ്പം വയ്ക്കുക, 25% ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജ് കോളത്തിൽ പെർസെൻറ്റേജ് ഓഫ് പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞാൽ ഈ ചേഞ്ചിൻ്റെ പെർസെൻറ്റേജ് ആണ് എഴുതേണ്ടത്. 25 കിട്ടി. ഇനി അതർ ഇൻകം ആണ് അടുത്ത ഐറ്റം. അപ്പോൾ റവന്യൂവിൻ്റെ കൂടെ ഇൻകം ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക, എക്സ്പെൻസ് ലെസ് ചെയ്യുകയും ചെയ്യാം. അതർ ഇൻകം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതർ ഇൻകം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എത്രയാണെന്ന് നോക്കുക, 25,000 ആൻഡ് 20,000. 25,000 എഴുതി, 20,000 എഴുതി, നമ്മൾ ആഡ് ചെയ്തു 1,25,000. ടോട്ടൽ നമുക്ക് റവന്യൂ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ റവന്യൂ 19-20 1,45,000 കിട്ടിയിട്ടുണ്ട് ആണല്ലോ. ഇനി അതർ ഇൻകം നമ്മൾ 25,000 എഴുതി, നെക്സ്റ്റ് കോളത്തിൽ 20 എഴുതി. അവിടെ 5,000 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് എന്ന് പറയുന്നത് മൈനസ് ആണ്. കാരണം 25,000 അതർ ഇൻകം ഉണ്ടായിരുന്ന സ്ഥാനത്ത് 19-20 എത്ര വന്നിട്ടുള്ളൂ? 20 വന്നിട്ടുള്ളൂ. അപ്പോൾ 25 എന്നുള്ളത് 20 ആയി എന്ന് പറയുമ്പോൾ 5,000 ഡിഫറൻസ് കുറവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ -5,000. ഓക്കെ, മൈനസ് എഴുതാൻ കാരണം മനസ്സിലായല്ലോ. ഈ ഇയർ നമ്മൾ കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എമൗണ്ട് കുറയാണ് ചെയ്തിട്ടുള്ളത്, -5,000. അപ്പോൾ മൈനസ് എഴുതി. ഇനി ഡിഫറൻസ് എങ്ങനെയാണ് കാണുക? ഡിഫറൻസ് എമൗണ്ട് ഡിവൈഡ് ബൈ ബേസ് ഇയർ എമൗണ്ട്. ഡിഫറൻസ് എമൗണ്ട് 5,000 ഡിവൈഡഡ് ബൈ 25,000. ബേസ് ഇയറിൽ 25,000 ഇൻറ്റു 100. അപ്പോൾ എത്ര വരിക? 20% ആണ് വരിക. ഡിഫറൻസ് എമൗണ്ട് ഡിവൈഡഡ് ബൈ ബേസ് ഇയറിലെ 25,000 ഇൻറ്റു 100. അപ്പോൾ 20% വരും. ഓക്കെ അല്ലേ? ഇനി ടോട്ടൽ റവന്യൂ ഇതുപോലെ ചെയ്യുക. ടോട്ടൽ റവന്യൂ രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ, റവന്യൂവിൻ്റെ കൂടെ അതർ ഇൻകം ആഡ് ചെയ്തപ്പോൾ 1,25,000 കിട്ടി, 1,45,000 കിട്ടിയിട്ടുണ്ട്. ഡിഫറൻസ് പറയുന്നത് 20,000 ആണല്ലേ? 25 എന്നുള്ളത് 45 ആയി. അപ്പോൾ 20,000 ഇൻക്രീസ് വന്നിട്ടുണ്ട്. അപ്പോൾ പ്ലസ് ആണ്. അപ്പോൾ 20,000 എഴുതി. ഇനി എങ്ങനെ പെർസെൻറ്റേജ് കാണുക? ഡിഫറൻസ് എമൗണ്ട് ഡിവൈഡഡ് ബൈ ബേസ് ഇയർ എമൗണ്ട്. ബേസ് ഇയർ എന്ന് പറയുമ്പോൾ ഒരു ഡൗട്ടും വേണ്ട, പ്രീവിയസ് ഇയർ ആണ്. പ്രീവിയസ് ഇയർ ആയിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യണത്. അപ്പോൾ ഡിഫറൻസ് കണ്ടു, 20,000 കിട്ടി. ഇനി പെർസെൻറ്റേജ് കാണണം. 20,000 ഡിവൈഡഡ് ബൈ 1,25,000 ഇൻറ്റു 100. ഇതൊക്കെ ഈ വർക്കിംഗ് നോട്ടൊക്കെ ഞാൻ പറയുന്ന സമയത്ത് എഴുതിയെടുക്കുക. വർക്കിംഗ് നോട്ട് കറക്റ്റായിട്ട് എഴുതിയെടുക്കണം. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജ് നമുക്ക് 16% കിട്ടും. കാൽക്കുലേറ്ററിൽ നോക്കുക, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക, കറക്റ്റാക്കി തരാം. ഓക്കെ, അപ്പോൾ 20,000 ഡിവൈഡഡ് ബൈ 1,25,000 16% കിട്ടി. ഇനി ഒരൊറ്റ ഐറ്റം കൂടിയുള്ളൂ, എക്സ്പെൻസ്. എക്സ്പെൻസ് നമുക്ക് ലെസ് ചെയ്യാം. ലെസ് എക്സ്പെൻസസ് 75,000. ക്വസ്റ്റ്യനിൽ നോക്കി നോക്കൂ, കണ്ടോ? എക്സ്പെൻസസ് 75,000 60,000. അത് അതുപോലെ എടുത്തെഴുതാം. 75,000 60,000. ഡിഫറൻസ് നമുക്കറിയാം 15,000 ആണ്, കുറയാണ് ചെയ്തിട്ടുള്ളത്. കാരണം 75,000 രൂപ 60,000 രൂപ ആയിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. മൈനസ് സൈൻ ഇട്ട് കൊടുത്തു 15,000. ഇനി എങ്ങനെ ഡിഫറൻസ് കാണുന്നുണ്ട്? 15,000 ഡിവൈഡഡ് ബൈ 75,000 ഇൻറ്റു 100. അപ്പോൾ 20% കിട്ടി. പെർസെൻറ്റേജ് നമ്മൾ മൈനസ് ഫിഗർ കിട്ടുന്നിടത്തൊക്കെ എന്ത് ചെയ്യുക? മൈനസ് സൈൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ 20% അവിടെ കിട്ടി. ഇനി എക്സ്പെൻസസ് റവന്യൂന്ന് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടേണ്ടത്? പ്രോഫിറ്റാണ് അല്ലേ? ടോട്ടൽ റവന്യൂവിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻസ് ലെസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് കിട്ടും. പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ടാക്സ് തന്നിട്ടുണ്ടെങ്കിൽ ടാക്സും കൂടെ ലെസ് ചെയ്യുക. ടാക്സിനെ കുറിച്ചൊന്നും പറയുന്നില്ലെങ്കിൽ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് വന്നിട്ട് എഴുതിയാൽ മതിയാവും. അപ്പോൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഫസ്റ്റ് കോളത്തിൽ 2018-19 50,000 കിട്ടി, 19-20 85,000 കിട്ടി. ഡിഫറൻസ് പറയണത് 35,000. പ്രോഫിറ്റ്
കഴിഞ്ഞ വർഷം കമ്പയർ ചെയ്യുമ്പോൾ 35,000 രൂപ പ്രോഫിറ്റ് കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. എമൗണ്ട് ഓഫ് ഇൻക്രീസ് ആണ്, പ്ലസ് സൈൻ ആണ്, 35,000. എങ്ങനെയാണ് പെർസെൻറ്റേജ് കാണുക? എമൗണ്ട് ഓഫ് ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ബേസ് ഇയർ എമൗണ്ട് ഇൻറ്റു 100. അപ്പോൾ 35,000 ഡിവൈഡഡ് ബൈ 50,000 ഇൻറ്റു 100, ദാറ്റ് മീൻസ് 70%. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് പ്രോഫിറ്റ് പ്രീവിയസ് ഇയറിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. 70% കൂടിയിട്ടുണ്ട്. ഓക്കെ, കാരണം റവന്യൂ നമുക്ക് 125ഉം പിന്നെ 20 ആണുള്ളത്, ടോട്ടൽ 145 ആണുള്ളത്. പക്ഷേ പ്രീവിയസ് ഇയറിനെ കമ്പയർ ചെയ്യുമ്പോൾ 60,000 എക്സ്പെൻസ് ഒരുപാട് കുറവാണ്. 75,000 ആണ് പ്രീവിയസ് ഇയറിൽ ഉണ്ടായിരുന്നത്, പ്രാവശ്യം 60,000 ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് പറയുന്നത് ഇവിടെ എക്സ്പെൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്കൊന്ന് നോക്കാം. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് കാർത്തിക് ലിമിറ്റഡ്, ഇതിൽ സെയിൽസും അതർ ഇൻകം എക്സ്പെൻസും ഇൻകം ടാക്സും കൂടെ തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സെയിൽസ് ആദ്യം എഴുതണം പെർട്ടിക്കുലർ കോളത്തിൽ. അതിൻ്റെ കൂടെ അതർ ഇൻകം ആണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതർ ഇൻകം ആഡ് ചെയ്യണം, എക്സ്പെൻസസ് ലെസ് ചെയ്യണം. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. അതിന്ന് ഇൻകം ടാക്സ് 30% ലെസ് ചെയ്തിട്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കോളം വരയ്ക്കേണ്ടത്? ആദ്യം പെർട്ടിക്കുലേഴ്സ് കോളം, പിന്നെ 4 എമൗണ്ട് കോളം വരയ്ക്കുക. പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ പ്രീവിയസ് ഇയർ എഴുതുക, പിന്നെ കറൻറ്റ് ഇയർ എഴുതുക, പിന്നെ ഇൻക്രീസ് ഓർ ഡിക്രീസ് കോളം വരയ്ക്കുക. ദെൻ അതിൻ്റെ തന്നെ പെർസെൻറ്റേജും കാണിക്കാം. അപ്പോൾ ആദ്യം കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഏത് കമ്പനിയാണോ ഏത് ഇയറിനാണോ അത് നിങ്ങൾക്ക് ഹെഡിങ്ങിൽ കൊടുക്കാം. പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ ഐറ്റം എഴുതാനായതുകൊണ്ട് കുറച്ച് വലിയ കോളം വരയ്ക്കുക. പ്രീവിയസ് ഇയർ എമൗണ്ട്, കറൻറ്റ് ഇയർ എമൗണ്ട്, ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ കാണിക്കാൻ ഒരു കോളം, അതിൻ്റെ പെർസെൻറ്റേജ് കാണിക്കാൻ ഒരു കോളം. പെർസെൻറ്റേജ് എങ്ങനെ കാണേണ്ടതെന്ന് ഓർമ്മ ഉണ്ടല്ലോ? ഇൻക്രീസ് ഓർ ഡിക്രീസ് എമൗണ്ട് ഡിവൈഡഡ് ബൈ ബേസ് ഇയർ. ബേസ് ഇയർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രീവിയസ് ഇയറുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. 18-19 എമൗണ്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഐറ്റം സെയിൽസ് ആണ്, 2,50,000. ദെൻ 3 lakh. ഇവിടെ 50,000 രൂപ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇൻക്രീസിൽ നമ്മൾ എന്ത് ചെയ്തു? 50,000 എഴുതി, മൈനസ് അല്ല പ്ലസ് ആണ്, അപ്പോൾ ഒന്നും ചെയ്യണ്ട. ഇനി പെർസെൻറ്റേജ് കാണണമെങ്കിൽ ഈ 50,000 ഡിവൈഡഡ് ബൈ 2,50,000 ഇൻറ്റു 100, അപ്പോൾ നമുക്ക് 20 കിട്ടി. അതർ ഇൻകം ആഡ് ചെയ്യണ്ടേ? 1,50,000ഉം 1,20,000ഉം ആണ് ആഡ് ചെയ്യാനുള്ളത്. ഡിഫറൻസ് പറയണത് 30,000 കുറയുക ചെയ്തിട്ടുള്ളത് അല്ലേ? അതർ ഇൻകം കഴിഞ്ഞ പ്രാവശ്യം 1,50,000 ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം എത്രയേ ഉള്ളൂ? 1,20,000 ഉള്ളൂ. എന്ന് വെച്ചാൽ 30,000 ഷോർട്ട് ഉണ്ട്. അപ്പോൾ ഡിക്രീസ് ആണ്, മൈനസ് സൈൻ ഇട്ട് കൊടുക്കുക. ഇനി എങ്ങനെ പെർസെൻറ്റേജ് കാണുക? 30,000 ഡിവൈഡഡ് ബൈ 1,50,000, പെർസെൻറ്റേജ് 20. ഓക്കെ ആണല്ലോ? മൈനസ് സൈൻ ആണ്, മൈനസ് സൈൻ ഇട്ട് കൊടുത്തു. ഇനി അതർ ഇൻകം ആഡ് ചെയ്തു, അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടി. ടോട്ടൽ റവന്യൂ 4 lakh, 4,20,000, ഡിഫറൻസ് 20 പ്ലസ് ആണ്. 20,000 ഡിവൈഡഡ് ബൈ 4 lakh ഇൻറ്റു 100, 5% കിട്ടി. ഇനി നമുക്ക് എക്സ്പെൻസസ് ലെസ് ചെയ്യണ്ടേ? എക്സ്പെൻസ് ലെസ് ചെയ്യുമ്പോൾ എത്രയാണോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 1,75,000, ദെൻ 1,50,000. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര വരും? 25,000 രൂപയുടെ ഡിഫറൻസ് ഉണ്ട് അല്ലേ? 25,000 രൂപയുടെ ഡിഫറൻസ് കൂടുകയാണോ കുറയാണോ ചെയ്തിട്ടുള്ളത്? കുറയല്ലേ ചെയ്തിട്ടുള്ളത്. 75 എന്നുള്ളത് 50 മാറി, ദാറ്റ് ഈസ് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മൈനസ് സൈൻ ഇട്ട് കൊടുക്കുക. ഡിഫറൻസ് പെർസെൻറ്റേജ് എങ്ങനെ കാണുക? 25,000 ഡിവൈഡഡ് ബൈ 1,75,000 ഇൻറ്റു 100, 14.29% മൈനസ്. ഓക്കെ അല്ലേ? ഇനി സെയിൽസിൻ്റെ കൂടെ അതർ ഇൻകം ആഡ് ചെയ്തപ്പോൾ ടോട്ടൽ റവന്യൂ കിട്ടി. അതിൽ നിന്ന് എക്സ്പെൻസ് ലെസ് ചെയ്ത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടി. ടാക്സ് 30% ആണ് കുറയ്ക്കേണ്ടത്. 30% എന്ന് പറയുമ്പോൾ 30%. എങ്ങനെയാണ് 30% കാണുക? 2,25,000 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, അപ്പോൾ 2,25,000 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 100, 67,500. അടുത്ത കോളത്തിൽ 2,70,000യുടെ 30% 81,000 രൂപയാണ് ആണല്ലോ. അപ്പോൾ 67,500 ലെസ് ചെയ്യുക, ആൻഡ് 81,000ഉം ലെസ് ചെയ്യുക. ലെസ് ചെയ്യുമ്പോൾ
ലെസ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ടാക്സിൻ്റെ ഡിഫറൻസ് കാണണ്ടേ. ടാക്സിൻ്റെ ഡിഫറൻസ് 13,500 ഡിഫറൻസ് വരുന്നുണ്ട്. കൂടുതലല്ലേ ടാക്സ് കൂടുതലല്ലേ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 13,500 അതുപോലെ എഴുതി. എങ്ങനെയാണ് പെർസെൻറ്റേജ് കാണുക? 13,500 ഡിവൈഡഡ് ബൈ 67,500 20% കൂടിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കാണണം. ടാക്സ് ലെസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കോളത്തിൽ 157,500 കിട്ടി. നെക്സ്റ്റ് കോളത്തിൽ 189,000 കിട്ടി. അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 31,500 ആണ്. അതായത് പ്രീവിയസ് ഇയറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ 1920 നമുക്ക് പ്രോഫിറ്റ് കൂടുതലാണ് കിട്ടിയിട്ടുള്ളത്. എത്ര ശതമാനമുണ്ട്? 31,500 ഡിവൈഡഡ് ബൈ 1,57,500 ഇൻറ്റു 100. അപ്പോൾ 20% പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഐറ്റംസ് ഏതൊക്കെയാണ് നോക്കുക. ഐറ്റംസ് ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ റവന്യൂവിൻ്റെ കൂടെ സെയിൽസിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ ഇൻകം ഉണ്ടോ നോക്കുക. അതൊന്ന് എക്സ്പെൻസ് ലെസ് ചെയ്യുക, പ്രോഫിറ്റ് കിട്ടും. പ്രോഫിറ്റിൽ നിന്ന് ടാക്സ് ലെസ് ചെയ്യുക, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും കിട്ടും. ഓക്കെ.